ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ശ്രീ അനിൽ അക്കര ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അനിൽ അക്കര, ശരത് പ്രസാദിന്റെ ശബ്ദരേഖയുടെ പ്രത്യേകത അതിലൊന്നും പുതിയതായി പറയുന്നില്ല എന്ന മട്ടിലാണ് ശരത് ഇക്കാര്യം പറയുന്നത്. വളരെ സ്വാഭാവികമായി ഇതൊക്കെ അറിയാവുന്നതല്ലേ, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ എന്നാണ് പറയുന്നത്. കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായ ആളുകളുടെ പേരുകളാണ്, അല്ലെങ്കിൽ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിൽ ഏറ്റവും ഉയർന്നു കേട്ട പേരുകളാണ് ശരത് പ്രസാദ് എന്ന ഡിവൈഎഫ്ഐയുടെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പറയുന്നത് എന്നതുകൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഈ ശബ്ദരേഖയെ കോൺഗ്രസ് എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഇതിനകത്ത് ഇത് അവിശ്വസിക്കേണ്ട കാര്യവുമില്ല, ഇതിനകത്ത് അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാല് ഇതൊക്കെ നമ്മൾ നേരത്തെ കൃത്യമായും ഈ കരുവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ടും അതിനു മുൻപും AC മൊയ്തീനെതിരെയും കണ്ണനെതിരെയും ഞാൻ തന്നെ നേരിട്ട് നിരവധി പത്രസമ്മേളനങ്ങൾ പറഞ്ഞതാണ്. നിരവധി തെളിവുകളും ഇതുമായി ബന്ധപ്പെട്ട് ഹാജരാക്കിയതാണ്. പക്ഷെ ഒരു ഘട്ടം എത്തിയപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ പ്രതികളെ മുഴുവൻ രക്ഷപ്പെടുന്ന സമീപനം സ്വീകരിക്കുകയും ഈ എലിയെ കൊല്ലാൻ ഇല്ലൻ ചുടുക എന്ന് പറഞ്ഞ പോലെ CPM നേതാക്കന്മാരെ രക്ഷിക്കാൻ വേണ്ടി പാർട്ടിയെ തന്നെ ബലി കൊടുക്കുന്ന സമീപനമാണ് അവസാനം ഉണ്ടായത്. അങ്ങനെയാണ് കരുവന്നൂർ കേസിൽ പാർട്ടി പ്രതിയായത്. യഥാർത്ഥത്തിൽ CPM നേതാക്കന്മാരാണ് പ്രതിയാകേണ്ടത്. പക്ഷെ അതിനുവേണ്ടി പാർട്ടിയെ പ്രതി ചേർത്ത് രക്ഷപ്പെടുത്തുന്ന സമീപനമാണ് ഉണ്ടായത്. ശരത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റ് അല്ലേ? MK കണ്ണൻ തൃശ്ശൂർ തേക്കിങ്ങാട് മൈതാനത്തിൽ ജോസ് തിയേറ്ററിന്റെ മുന്നിൽ എത്രയോ MLA ആവുന്ന കാലം വരെ അദ്ദേഹം കപ്പലണ്ടി കച്ചവടം നടത്തിയ ആളാണ്. പക്ഷെ അതുകൊണ്ട് അദ്ദേഹത്തെ കുറ്റം പറയേണ്ട കാര്യമില്ല. അതൊരു ബിസിനസ് ആണ്, ഒരു തൊഴിലാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ വരുമാനം നമ്മൾ പരിശോധിക്കണ്ടേ? അതുപോലെ തന്നെ AC മൊയ്തീൻ, അദ്ദേഹം K മുരളീധരൻ മത്സരിക്കുന്ന കാലത്ത് അദ്ദേഹം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറിയാണ്. ആ ഏരിയ സെക്രട്ടറി ആവുന്നതിന് മുമ്പ് CPMന്റെ തെക്കങ്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആവുന്ന മുമ്പ് അദ്ദേഹം ഒട്ടുമാറ ചന്തയിൽ തേക്കിന്റെ ഇല, ഈ മീൻ പൊതിയാനുള്ള തേക്കിന്റെ ഇല വാഴാനിക്കാടുകളിൽ നിന്ന് ശേഖരിച്ചു കൊണ്ടൊന്നും വിറ്റിരുന്ന ഒരാളാണ്. അതൊന്നും തൊഴിൽ എന്ന രീതിയിൽ കുറ്റം, ഞാൻ ടാക്സി ഡ്രൈവറായി ജോലി എടുത്താണ്, തൊഴിൽ എന്ന രീതിയിലൊന്നും കുറ്റം പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇവരുടെ സമ്പാദ്യം, അനധികൃതമായ സമ്പാദ്യത്തിന്റെ വ്യാപ്തി വളരെ കൂടുതലാണ്. കോവിലകം ബാർ ഉൾപ്പെടെയുള്ള പല ബാറുകളിലും MK കണ്ണനെ ഓഹരി പങ്കാളിത്തമുണ്ട് എന്നുള്ളത് പരമമായ നഗ്നമായ സത്യമാണ്. അതുപോലെ തന്നെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, AC മൊയ്തീന്റെ വീട് റെയ്ഡ് ചെയ്തപ്പോൾ 98 ലക്ഷം രൂപയുടെ ഡെപ്പോസിറ്റ് അല്ലേ കണ്ടക്ട് ചെയ്ത്. ഇവിടെ ഏത് യൂസഫ് അലിക്ക് 1 കോടി രൂപ ഡെപ്പോസിറ്റ് ഉണ്ടാവും, അദ്ദേഹത്തിന് ആസ്തി ഉണ്ടാവാം, ലോൺ ഉണ്ടാവാം. പക്ഷേ 1 കോടി രൂപ ഡെപ്പോസിറ്റുള്ള യൂസഫ് അലിമാരെ പോലും നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയാതിരിക്കുമ്പോഴാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ കുടുംബത്തിൽ, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ 1 കോടി രൂപ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊന്നും അവിശ്വസനീയമായ കാര്യങ്ങളല്ല. പക്ഷെ ഇതൊന്നും CPM എന്ന് പറയുന്ന പാർട്ടി കുലുങ്ങാൻ പോകുന്നില്ല. പാർട്ടി തന്നെ ജയിലിൽ പോയാലും നേതാക്കന്മാർ ജയിലിലാവരുന്ന സമീപനമാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സ്വീകരിച്ചത്. അപ്പൊ അതൊന്നും അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സ്വകാര്യ സംഭാഷണത്തിൽ താങ്കളുടെ സുഹൃത്തുക്കളോട്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ കേട്ട് കേൾവിയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ പറഞ്ഞു കേട്ട കാര്യങ്ങളോ ഒക്കെ പറയാറ് പതിവാണ്. അതുപോലെ ഒരു വളരെ സ്വകാര്യമായ സംഭാഷണമാണെന്നതാണ് നമുക്ക് ആ ടോണിൽ നിന്നും ആ വർത്തമാനത്തിൻ്റെ ശൈലിയിൽ നിന്നും ഒക്കെ മനസ്സിലാവുന്നത്. അങ്ങനെ ഒരു കാര്യത്തെ ആരോപണമായി ഉന്നയിക്കുമ്പോൾ അത് പാർട്ടിക്ക് അതിനെ പ്രതിരോധിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് തോന്നുന്നു. പാർട്ടിക്ക് പ്രതിരോധിക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം എന്താണ്? ആ ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. തൃശ്ശൂർ ജില്ലയിലെ അതിനുശേഷം ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ളൂ. കരുവന്നൂർ കേസിൽ CPM BJPക്ക് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. എന്ന് വെച്ചാൽ സുനിൽ കുമാറിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ LDF UDF പരാജയപ്പെടുകയും BJP രക്ഷപ്പെടണം എന്ന് തീരുമാനിച്ചതിന്റെ കാരണം ഈ കരുവന്നൂർ കേസുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഇത് CPM, സാധാരണ CPM നേതാക്കന്മാർ, പാർട്ടിയുടെ യുവജന നേതാക്കന്മാർ പോലും പരസ്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും സംഭാഷണത്തിൽ പോലും ഇവർ കോടിപതികളായി എന്ന് പറയുന്ന വീഡിയോ ആണ് പുറത്തു വന്നത്. ആ വീഡിയോ ഈ ശരത്ത് കൊടുത്തതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ശരത്ത് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയാണ്. അപ്പൊ മറ്റൊരാൾ കൊടുത്തു എന്ന് പറയുമ്പോൾ എത്രത്തോളം ഈ CPM പാർട്ടി പ്രവർത്തകർക്ക് എത്രത്തോളം ഈ നേതാക്കന്മാരിൽ മടുപ്പുണ്ട് എന്ന് മനസ്സിലാക്കണം. കാരണം വളരെ കറക്റ്റ് അല്ലേ? പാർട്ടിയെ ഒറ്റുകൊടുക്കുകയാണ് ചെയ്തത്. ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഗോവിന്ദനാണ് ഇതിന് മറുപടി പറയേണ്ടത്. CPM ജില്ലാ കമ്മിറ്റി പ്രതിസ്ഥാനത്ത് PMLA കേസിൽ പ്രതിയായി ജാമ്യം എടുക്കാൻ പോകേണ്ട അവസ്ഥയിൽ നിൽക്കുമ്പോൾ ആ കേസ് ഹൈക്കോടതിയിൽ കൊണ്ടുപോയി ചലഞ്ച് ചെയ്യാനോ കോഷ് ചെയ്യാനോ ഒന്നും നോക്കാതെ പാർട്ടിയെ തന്നെ PMLA കോടതിയിൽ പ്രതിസ്ഥാനത്ത് ചേർക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയി എന്ന് പറയുമ്പോൾ ഈ പാർട്ടിയുടെ അവസ്ഥ എന്താണ്? ഇന്ന് സീതാറാം യെച്ചൂരിയുടെ ഓർമ്മ ദിനാണ്. ആ ഓർമ്മ ദിനത്തിലാണ് 2 CPM നേതാക്കന്മാരുടെ കോടാനുകോടി സമ്പാദ്യത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എത്ര വലിയ ഗതികേടാണ് മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ളത്? പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ചത് MK കണ്ണനെതിരെയായിരുന്നു. താങ്കൾ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉയർന്നു വന്നത് അദ്ദേഹത്തിനെതിരെയൊക്കെയായിരുന്നു. പക്ഷെ അദ്ദേഹം പ്രതിപട്ടികയിലില്ല. പകരം 68ാം സ്ഥാനത്ത് പ്രതിയായി വന്നത് പാർട്ടിയാണ്. പാർട്ടി ഒന്നിച്ചാണ് അതിനെ പ്രതിരോധിക്കുന്നത്. ഇനി 67 അല്ലെങ്കിൽ അവസാന പട്ടികയിൽ ഏറ്റവും അവസാനമാണ് AC മൊയ്തീനൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ആ സാഹചര്യത്തിൽ പാർട്ടി അതിനെ ശക്തമായി പ്രതിരോധിക്കുന്നുണ്ട്. ഇതിലപ്പുറം ആരോപണങ്ങൾ വന്നാലും CPMന് പ്രതിരോധിക്കാൻ കഴിയും. ഈ സ്വകാര്യ സംഭാഷണത്തെ ഒരു
ഇത്തരത്തിലൊരു വലിയ ആരോപണത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിയുമോ എന്നതാണ് നമുക്ക് മുന്നിലുള്ള ചോദ്യം. അല്ല, ഞാൻ ഈ വിഷയം 3 വർഷം മുമ്പ് തൃശൂർ DCC പത്രസമ്മേളനം നടത്തി പറയുമ്പോൾ എനിക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ച ആളുകളാണ് MK കണ്ണനും PK ബിജുവും ഉൾപ്പെടെയുള്ള ആളുകൾ. എന്തുകൊണ്ടാണ് അവർ ആ വിഷയത്തിൽ മുന്നോട്ട് പോകാതിരുന്നത്? കൊല്ലം 2 കഴിഞ്ഞില്ലേ? ഞാൻ വളരെ കൃത്യമായി പറഞ്ഞ ആരോപണമല്ലേ ഇപ്പൊ ശരത്ത് ശരിവെച്ചത്? നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ട കാര്യം അതാണ് ഞാൻ പറഞ്ഞത്. ഞാനിത് പറയുന്നത് ഇപ്പോ CPM-ന്റെ പാർട്ടിക്കുള്ളിൽ പരസ്യമായി അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന വർത്തമാനം എന്ന രീതിയിൽ ഇത് മാറി എന്ന് നിങ്ങളത് മനസ്സിലാക്കണം. 2, കരിവന്നൂർ കേസിന്റെ നാൾവഴികൾ ഞാൻ ആ പോരാടുന്ന പിറകെ പോയ ഒരാളല്ല. ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ 2 സർക്കാരുകളുടെ മുന്നിൽ പരാതി കൊടുത്തിട്ട് യാതൊരു കാര്യവും തെളിയിക്കാൻ കഴിയുമോ എന്നതിലാണ് ശ്രീ അനിൽ അക്കര ചോദ്യം. ഞാൻ പറയട്ടെ ഞാൻ കൊടുത്ത പരാതി ഒന്നും തെളിയാതിരുന്നിട്ടില്ലല്ലോ. കരിവന്നൂർ കേസിനകത്ത് എന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഇവര് പ്രതിസ്ഥാനത്ത് വരേണ്ടത്. കരിവന്നൂർ കേസിന്റെ കണ്ടിന്യൂവേഷൻ എന്താണ്? അയ്യന്തൂർ സർവീസ് സഹകരണ ബാങ്കിൽ റെയ്ഡ് നടത്തി നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ കൊടുത്തല്ലേ? കുട്ടനൂർ ബാങ്കിൽ റെയ്ഡ് നടന്നത് നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ കൊടുത്തല്ലേ? പെരിങ്ങണ്ടൂർ ബാങ്കിൽ നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ കൊടുത്തല്ലേ? അപ്പൊ അങ്ങനെ 12 ബാങ്കുകളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഴിമതികൾ നടന്നു. ആ അഴിമതികൾ നടക്കുന്നു എന്ന് കേരള ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് ആയി കൊടുത്തത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ്. ആ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ത് ചെയ്തു? ഇപ്പൊ എന്താണ് ചെയ്തത്? 12 ബാങ്കുകളുടെ അന്വേഷണം ഞങ്ങൾ നിർത്തി, ഞങ്ങളത് അവസാനിപ്പിച്ചു എന്ന് എഴുതി കൊടുത്തു. എന്തിനു വേണ്ടിയാണ്? അതിന്റെ പ്രൊഡക്റ്റാണ് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഇരയും. അതിൽ പരാജയപ്പെട്ടു പോയ 2 ആളുകളാണ് UDF-ന്റെ 2 സ്ഥാനാർത്ഥികൾ. അപ്പൊ ആ ഒരു ഘട്ടത്തിൽ കേരളത്തിലെ കേന്ദ്രത്തിലെയും അന്വേഷണ ഏജൻസികൾ ഈ നേതാക്കന്മാരെ വിജയിപ്പിക്കുന്നതായിരുന്നു ചെയ്തു. പക്ഷെ എന്റെ പോരാട്ടം ഇവിടെ നിങ്ങൾ അവസാനിക്കുമെന്ന് നിങ്ങൾ കരുതണ്ട. ഞാൻ വളരെ കൃത്യമായി ഓരോ ഘട്ടത്തിൽ പരാതികളായി ഞാൻ മൂവ് ചെയ്യുന്നുണ്ട്. ആ മൂവ് ചെയ്യുന്ന പരാതികൾ ഒരു ഘട്ടത്തിൽ അത് വിജയിക്കും, ഒരു തർക്ക കാര്യത്തിലില്ല. അല്ലെങ്കിൽ അവർ എന്റെ പേരിൽ കൊടുത്തു എന്ന് പറയുന്ന പിന്നെ മാനനഷ്ട കേസുകളുണ്ടല്ലോ, PK ബിജുവും MK കണ്ണനും കൊടുത്തത്, അവരും കണ്ടിന്യൂ ചെയ്യട്ടെ, അത് നമുക്ക് നോക്കാം. തൃശൂർ ജില്ലയിലെ ഡിവൈഎഫ്ഐക്കകത്ത് വലിയ ചേരിപ്പോരൊക്കെ നടക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിന്റെ ഭാഗമായി നടപടികൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായി പുറത്തു വന്ന ഒരു ശബ്ദരേഖ എന്നതിൽ കൂടുതൽ പ്രാധാന്യം അപ്പോൾ താങ്കൾ ഇതിന് കൽപ്പിക്കുന്നു? അല്ല, ഞാൻ അവരുടെ വിഷയത്തിൽ അവിടെ നേരത്തെ വൈശാഖനെ ഇതുമായി ബന്ധപ്പെട്ട് പുറത്താക്കിയ വിഷയം അതൊന്നും അത് അവരുടെ പേഴ്സണൽ വിഷയങ്ങളാണ്. അത് വടക്കാഞ്ചേരിയിൽ തന്നെ ഒരു വനിതാ നേതാവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതവർ പരാതി കൂടികൾ DYFI നേതാക്കന്മാർ ശരിവെക്കുന്നു എന്ന് പറയുമ്പോൾ എന്റെ പോരാട്ടത്തിന് ശക്തി കൂടിയാണ്. ഞാനതുമായി ബന്ധപ്പെട്ട നടപടികളുമായി ഇനി മുന്നോട്ട് പോകും. ശരി, വളരെ നന്ദി ശ്രീ അനിൽ അക്കര പ്രതികരിച്ചത്.